അവർ പറയും ഈ അമ്മച്ചിക്ക് പണ്ടിടാൻ പറ്റാത്തതിൻ്റെ കെറിവാണ്. ഒരാളെയും ബോഡി ഷെയിം ചെയ്യാനുള്ള അധികാരമില്ല. ഞാനിപ്പോൾ റോഷനിയെ കളിയാക്കുകയാണെങ്കിൽ എൻ്റെ കോംപ്ലക്സാണ് ഇവിടെ പ്രകടമാകുന്നത്. എന്ത് കാര്യം നമുക്ക് പറയണതിനും രണ്ട് വിധത്തിൽ പറയാം. വളരെ റാഷായിട്ട് റഫായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരാളെ ഇത് കൂടുതലും അവരെ വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുള്ളവർ തന്നെയാണ്. ഇവൻ വസ്ത്രധാരണ രീതി പോലും കാലത്തിനൊത്ത് മാറണ്ടേ? കാലത്തിനൊത്ത് മാറുമ്പം അതിനെ ഉൾക്കൊള്ളാൻ ഇനിയുള്ള ജനറേഷൻ ചെയ്യണം. ഇപ്പം ഞാൻ തൽക്കാലം ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ചെയ്യുന്ന കുട്ടികളൊക്കെ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സിങ്ങാന്ന് പറഞ്ഞാൽ അവർ പറയും ഈ അമ്മച്ചിക്ക് പണ്ടിടാൻ പറ്റാത്തതിൻ്റെ കെറിവാണ്. ഇതേ പറയുള്ളൂ. അവർക്ക് പണ്ട് പറ്റുമായിരുന്നേ അവർ ഇട്ടേനെ. പക്ഷേ ഇന്നിപ്പോൾ ആ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് അസൂയാണെന്ന് പറയും. പക്ഷെ അതല്ല, വസ്തുത്തിൽ നമ്മൾ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും ബോഡി ഷെയിം ചെയ്യാനുള്ള അധികാരമില്ല. ദാറ്റ് ഷോസ് യോർ കോംപ്ലക്സ്. ഞാനിപ്പോൾ റോഷനിയെ കളിയാക്കുകയാണെങ്കിൽ എൻ്റെ കോംപ്ലക്സാണ് ഇവിടെ പ്രകടമാകുന്നത്. കാരണം വെച്ചാൽ ആ കുട്ടിയുടെ എന്തോ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കാണുമ്പം എനിക്കൊരു ചെറിയൊരു അസൂയ വരിക. ആ അസൂയയിൽ നിന്നാണ് ആ ബോഡി ഷെയിമിങ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിയെ നന്നായിട്ട് നടക്കുന്നൊരു ആളെ കാണുമ്പോൾ, ആണായാലും പെണ്ണായാലും കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥത വരും. അത് ഒരു ബേസിക് ജലസി എന്നുള്ളതിന് ഉണ്ടാകുന്നതാണെന്ന് മാത്രമല്ല, വികലവുമാണ് അവരുടെ ചിന്ത. അതെ, സത്യമാണ്. ചിന്ത വികലമാണ്. ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ തകർക്കുന്ന ഒരു സംഭവമാണ് ഈ നെഗറ്റീവ് കമന്റ്സുകൾ ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് തന്നെ. ഇപ്പൊ എനിക്കത് ഒരുപാട് റിലേറ്റഡ് ആണ്. കാര്യം ഞാൻ ഈ പറയുന്ന പോലെ ഒത്തിരി കുട്ടികളെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ബ്രൈഡലൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ പല കുട്ടികളെയും നല്ല കോൺഫിഡൻറ്റോട് കൂടിയാണ് പറഞ്ഞു വിടുക. അവർ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും പോവുക. പിന്നെ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പറയാം, ചേച്ചി അവരിങ്ങനെ പറഞ്ഞു ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി എന്നുള്ള ഒരു ഇത് ഞാൻ പല കല്യാണത്തിന് മുമ്പേ പറഞ്ഞില്ലെങ്കിൽ വലിയ സമാധാനം. കാരണം അപ്പൊ നമ്മൾ ഇത്രയും അവരുടെ ഒരു ബിഗ് ഡേയിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഓടി വന്നിട്ട് ഇതെന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്ന, അല്ലെങ്കിൽ ഇതെന്തോ ഈ ഡ്രസ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന, അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരാളിന്റെ അടുത്ത് പോയിട്ട് ഡയറക്റ്റ് കയറി ഇങ്ങനെ പറയാൻ പാടില്ല. അവരുടെ അതാണ് പറഞ്ഞത്. പറയാം ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ഇതിൽ നമുക്ക് പരിചയമുണ്ട്, നല്ലോണം പറയാമെങ്കിൽ, അതായത് ഫ്രീ ആയിട്ട് പറയാമെങ്കിൽ മാറ്റി നിർത്തി പറയാം. അതിന് രീതി വേറെയാണ്. പറയുന്ന രീതി നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഒന്ന് കൊള്ളായിരിക്കും കേട്ടാ അങ്ങനെ എന്ന് പറയാം. എന്ത് സാധനം നമുക്ക് എന്ത് കാര്യം നമുക്ക് പറയണതിനും രണ്ട് വിധത്തിൽ പറയാം. വളരെ റാഷായിട്ട് റഫായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരാളെ ഇത് കൂടുതലും അവരെ വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുള്ളവർ തന്നെയാണ് ഈ ബോഡി ഷെയിമിങ്. ഇത് എന്ത് വരും, ഞാനിപ്പോൾ സപ്പോസ് ഞാൻ ഒരാളെ കളിയാക്കുകയാണെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീമാണ് ഞാൻ ഇല്ലാതാക്കുന്നത്. ഇനിയൊരു സഭയിൽ പോകുമ്പോൾ ആ കുട്ടിക്ക് വല്ലാതെ തോന്നുന്നു, ഞാൻ അങ്ങനെ അന്ന് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ കളിയാക്കി. അപ്പോൾ ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ പോവുകയാണ്. ഇതുകൊണ്ട് ആർക്കും ഒരു ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ ബോഡി ഷെയിമിങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് നിർത്തൽ ആക്കണം. ഇത് ചെയ്യുന്ന ആളുടെ മനസ്സ് വികലമാണ്.